പ്രൈസ് ലോർഡ്. കൗൺസിലിംഗ് സീരീസിൻ്റെ 8th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഗിൽറ്റ് അല്ലെങ്കിൽ കുറ്റബോധം എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ ഉണ്ടായ കുറ്റബോധം ഇന്നും ചുമക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത തെറ്റ്, അത് ദൈവം എന്നോടൊരിക്കലും ക്ഷമിക്കുകയില്ല, അതിന് ഞാൻ അർഹനല്ല എന്നൊരു തോന്നൽ നിങ്ങളെ എന്നും വേട്ടയാടുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശമാണിത്. ഗിൽറ്റ് ഒരു മുന്നറിയിപ്പാകാം, പക്ഷെ ഒരിക്കലും അതിൻ്റെ അകത്ത് തുടരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ വന്ന പാപമായിരിക്കും, ഹിഡൻ സിൻസ് ആയിരിക്കും, പാസ്റ്റ് മിസ്റ്റേക്സ് ആയിരിക്കും, അല്ലെങ്കിൽ നാം എടുത്ത റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും. എന്നാൽ അതിൽ തുടരുവാൻ കർത്താവ് ആഗ്രഹിക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. സങ്കീർത്തനം 103 12 വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത്: ഉദയം അസ്തമനത്തോടകന്നിരിക്കുന്നത് പോലെ നമ്മുടെ പാപങ്ങളെ, നമ്മുടെ അകൃത്യങ്ങളെ കർത്താവ് നമ്മോട് അകറ്റിയിരിക്കുകയാണ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 1 വാക്യത്തിൽ നിങ്ങളുടെ പാപം കടും ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കർത്താവിന് കഴിയും. അത് രക്താംബരം പോലെ ചുമന്നതായിരുന്നാലും അത് പഞ്ഞിനൂൽ പോലെയാകും. ദൈവമക്കളെ, ഒരിക്കലും നമ്മുടെ പാസ്റ്റിൽ ജീവിക്കുവാനല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ്റെ ലേഖനം 1 നമുക്ക് കാണുവാൻ കഴിയുന്നത്, നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുമ്പോൾ ദൈവം അത് നമ്മോട് ക്ഷമിപ്പാൻ വിശ്വസ്തനും സത്യവാനുമാകുന്നു. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിലെ ആ അനുഭവത്തിൽ ജീവിക്കാതെ കർത്താവിൻ്റെ കൃപയ്ക്കകത്ത് കടന്നു വരുവാൻ നമുക്ക് കഴിയട്ടെ. ഇനി ഈ ഗിൽറ്റിനെ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വിഷയം, അഡ്മിറ്റ് യുവർ സിൻ ഓണസ്റ്റ്ലി ബിഫോർ ഗോഡ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന പാപങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വളരെ സത്യസന്ധതയോടെ അത് ആക്സെപ്റ്റ് ചെയ്യുക, അത് അംഗീകരിക്കുക, അല്ലെങ്കിൽ ദൈവസന്നിധാനത്തിൽ അത് തുറന്ന് പറയുക. രണ്ടാമതായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു വിഷയം, ഡോണ്ട് ലീവ് ഇൻ യുവർ പാസ്റ്റ്. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങളിൽ തുടരുവാൻ ഇടയായി തീരാതെ കർത്താവ് നൽകുന്ന ക്ഷമയുണ്ട്, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ഗോഡ്സ് ഫർഗീവ്നെസ്. അടുത്തതായിട്ട്, സ്റ്റോപ്പ് പണിഷിങ് യുവർ സെൽഫ് ഫോർ വിച്ച് ക്രൈസ്റ്റ് ഹാസ് ഓൾറെഡി പെയ്ഡ്. ക്രിസ്തു നമുക്ക് വേണ്ടി വിലയായി നൽകിയ രക്തമുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ചിലപ്പോൾ വില കൊടുത്തതുകൊണ്ട് നാം നമ്മെ തന്നെ പണിഷ് ചെയ്യുന്നവരായി തീരാതെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ വിൽ eventually stop punishing ourselves because Christ has paid for us. കർത്താവ് നമുക്ക് വേണ്ടി അത് ഓൾറെഡി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയെ ആഴമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. അടുത്ത ഒരു വിഷയം, വാക്ക് ഇൻ ഗാഡ്സ് ഗ്രേസ് ഡെയിലി. ഓരോ ദിനം കഴിയുന്തോറും ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. ഇനി അഞ്ചാമതായിട്ടൊരു വിഷയം, ലേൺ ഫ്രം യുവർ പാസ്റ്റ് ബട്ട് ഡോണ്ട് ലീവ് ഇൻ ഇറ്റ്. നിങ്ങളുടെ പഴയകാല അനുഭവങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കുവാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിൽ നിന്ന് കാര്യങ്ങളെ പഠിക്കുക, പക്ഷേ അതിൻ്റെ അകത്ത് നിങ്ങൾ ഒരിക്കലും തുടരരുത്. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. ഈ കുറ്റബോധം എന്നുള്ളത് പലപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ദൈവത്തിൻ്റെ ഫോർഗീവ്നെസ്സിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. കർത്താവ് നമുക്ക് വേണ്ടി നൽകുന്ന ക്ഷമയുണ്ട്. നമ്മുടെ പാവം എത്ര കടും ചുമപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് ഒരു കാര്യം നാം ഓർക്കണം, റിമെമ്പർ വൺ തിങ്, റിപ്പൻറ്റൻസ് ലീഡ്സ് യു ടു ഫ്രീഡം. മാനസാന്തരം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ദൈനംദിനമായ ക്രിസ്ത്യ ജീവിതത്തിൽ വരുന്ന മാനസാന്തരം അത് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ്. തെറ്റ് ചെയ്യുവാൻ ഉള്ള ഒരു അനുമതി നൽകിയല്ല, മറിച്ച് തെറ്റുകൾ പറ്റിപ്പോകുമ്പോൾ
കുറവുകൾ സംഭവിച്ചു പോകുമ്പോൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. റിപ്പൻറ്റൻസ് ലീഡ്സ് ടു ഫ്രീഡം. നമ്മുടെ ജീവിതത്തിൽ ഈ മാനസാന്തരം കടന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിലെ എല്ലാ പാസ്റ്റ് മിസ്റ്റേക്സിനെയും മറന്നുകൊണ്ട് റോങ് ആയിട്ട് നമ്മളെടുത്ത തീരുമാനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാവമായിരിക്കും, അതെന്ത് തന്നെയാണെങ്കിലും അത് മാറ്റിവെച്ചുകൊണ്ട് ദൈവം ഓരോ ദിവസവും നൽകുന്ന പുതിയ കൃപ, ആ കൃപയ്ക്കകത്ത് തുടരുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.